ഇന്നലെ കുർബാന തർക്കമുണ്ടായ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ വാതിലടച്ചിട്ട് ഏകീകൃത കുർബാന അർപ്പിച്ചു. വികാരിയും കപ്പ്യാരും മാത്രമായിരുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ. കുർബാനയെ അനുകൂലിക്കുന്നവർ ജനാല വഴിയാണ് കുർബാന കണ്ടത്. ദൃശ്യങ്ങൾ 24-ന്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള സിനഡ് വോട്ടെടുപ്പും ഇന്നാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം, അടച്ചിട്ട മുറിയിലാണല്ലോ കുർബാന നടത്തിയത്, പറയൂ. SKN സിനഡിന്റെ യോഗത്തിൽ ഇന്ന് ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ, അത് രഹസ്യ ബാലറ്റാണ്. ആ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കാനിരിക്കെയാണ് സിനഡ് ആസ്ഥാനത്തോട് ചേർന്നുള്ള പള്ളിയിൽ അടച്ചിട്ട പള്ളിമുറിക്കുള്ളിൽ കുർബാന നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. പ്രതിഷേധക്കാർ എത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വികാരിയും കപ്പ്യാരും മാത്രം ദേവാലയത്തിനുള്ളിൽ കയറി വാതിലടച്ച ശേഷം കുർബാന നടത്തിയത്. വിശ്വാസികൾ ജനലിലൂടെ കണ്ടുകൊണ്ടാണ് കുർബാനയിൽ പങ്കെടുത്തത്. പ്രതിഷേധക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ പോലീസ് ഈ കുർബാന നടത്തരുതെന്നും കോടതി ഉത്തരവ് വരുന്നവരെ മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ ആ വികാരി തയ്യാറായിരുന്നില്ല. ഏതായാലും സിനഡുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് സിനഡിൽ പ്രാർത്ഥനകൾക്ക് ശേഷം രാവിലെ സിനഡിന്റെ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ബാലറ്റ്, അത് രഹസ്യ ബാലറ്റാണ്. ആ സിനഡിൽ നിർദ്ദേശിക്കുന്ന പേരുകൾ ബാലറ്റിൽ എഴുതിയാകും നൽകുക. പിന്നീട് വോട്ടെടുപ്പ് ഉൾപ്പെടെ നടക്കും. ആദ്യ റൗണ്ടിൽ തന്നെ 1/3 ഭൂരിപക്ഷം നേടാനാകുന്ന ഒരാൾക്കായി കഴിഞ്ഞാൽ അദ്ദേഹമാകും അടുത്ത മേജർ ആർച്ച് ബിഷപ്പ്. അതിന്റെ പ്രഖ്യാപനവും നടപടിക്രമങ്ങളും വത്തിക്കാനിലും സിനഡ് നടക്കുന്ന കാക്കനാടും ഒരേ സമയത്താകും നടക്കുക. ഏതായാലും ഇന്ന് ഒരുപക്ഷെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ചയാണ് സിനഡ് അവസാനിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുകയും പള്ളി അടച്ചിട്ടുകൊണ്ട് കുർബാന നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാക്കനാട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.